റേജി ജോർജ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. പ്രൊഫസർ റേജി ജോർജ്, ഈ സിസ്റ്റത്തിലെ വീഴ്ചയെക്കുറിച്ചും അതേപോലെ തന്നെ ഈ സർജറി ഉപകരണങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ അതിന്റെ ലഭ്യതക്കുറവിനെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ആരോഗ്യമന്ത്രി അടക്കം ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസിനെ വാനോളമായിരുന്നു പുകഴ്ത്തിയിരുന്നത്. അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടറിനെതിരെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്രിൻസിപ്പൽ അടക്കമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ആധികാരികത ഉണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പ്രിൻസിപ്പലിന് ഉത്തരവില്ല. ഇത് പരാതി കൊടുത്തില്ലേ, ഒരാൾ അദ്ദേഹത്തിന്റെ റൂമിൽ എത്തിയെന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൾ അതൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ആ ഡോക്ടറിനെ കള്ളനാക്കാൻ ശ്രമിക്കുന്നതിൽ ഭരണപക്ഷത്തിന് ഇതിൽ ഒരു പങ്കില്ലേ? മേഘ, ഇത് അതിഭീകരമായിട്ടുള്ള ഒരു ആസൂത്രണത്തിലൂടെ ഈ ഡോക്ടർ ഹാരിസിനെ ബലിയാടാക്കിക്കൊണ്ട് വികൃതമായിരിക്കുന്ന ആരോഗ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മുഖം മിനുക്കാനുള്ള ചില തട്ടിപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഹാരിസിന്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സേവനത്തെക്കുറിച്ചും ഈ കേരള സമൂഹം മുഴുവൻ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്തോ സാധനം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണം അദ്ദേഹത്തിന് മേൽ ചാർത്തി സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ഒരു ക്രിമിനലായി ചിത്രീകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നതായിട്ടുള്ള മണ്ടത്തരങ്ങൾക്കെല്ലാം വെള്ളം പൂശുന്നതിനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു വാർത്തയോട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം 4 ദിവസമായി അവധിയിലാണ്. മേഘ, അദ്ദേഹം നാളെ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുറി വേറൊരു പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്. അദ്ദേഹം അവധിയിൽ പോയപ്പോൾ കാഷ്വൽ അവധിയാണ്. 4-5 ദിവസത്തേക്ക് അദ്ദേഹം സ്വകാര്യ ആവശ്യത്തിനായി അവധിയിൽ പോയപ്പോൾ അദ്ദേഹം ആ മുറിയുടെ താക്കോൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം തന്നെ പറയുന്നു, എന്റെ മുറിക്കകത്ത് പരീക്ഷാ പേപ്പറുകളുണ്ട്, MBBS വിദ്യാർത്ഥികളുടെ ഉണ്ട്, MD വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുകളുണ്ട്, ധാരാളം രേഖകളുണ്ട്. അതെല്ലാം ഉത്തരവാദിത്തമായിട്ടാണ് എന്റെ അസിസ്റ്റന്റ് പ്രൊഫസറെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത്. ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി കുറെ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കയറി ഇറങ്ങി ഒടുവിൽ മറ്റൊരു പൂട്ടിട്ട് പോയിരിക്കുകയാണ്. എന്തൊരു ഹീനമായ, എന്തൊരു വൃത്തികെട്ട തന്ത്രമാണ് ഇവിടെ ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ പോലെ ശുദ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ ഇല്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉച്ചത്തിൽ പുരപ്പുറത്ത് കയറി നിന്ന് പറഞ്ഞ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ചിത്രം നമ്മുടെ മുൻപിലുണ്ടല്ലോ. വളരെ വളരെ വികൃതമായിരിക്കുന്ന അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ നേരത്തെ പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം വെള്ളം പൂശുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ട ഡോക്ടറെ ബലിയാടാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ മെഡിക്കൽ ഓഫീസ് കേരള ഗവൺമെന്റ് കോളേജ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ അതിശക്തമായി രംഗത്ത് വന്ന് ഇദ്ദേഹത്തെ പ്രതിരോധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സത്യസന്ധതയുള്ള എല്ലാ ഡോക്ടർമാരും ഇദ്ദേഹത്തിന്റെ പിന്നിലാണ്. പക്ഷേ സർക്കാർ ഇത് അവർക്കുണ്ടായിട്ടുള്ള ഈ ദുരന്തങ്ങളെ സംബന്ധിച്ച് വികൃതമായി ചിത്രീകരിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ആസൂത്രിതമായ നീക്കം എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞപ്പോൾ ഈ CPM-നും അതുപോലെ തന്നെ CPM ഭരിക്കുന്ന ഗവൺമെന്റിനും പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനും ഉണ്ടായിരിക്കുന്ന ക്ഷീണത്തിൽ നിന്നൊക്കെ കരകളായി നടക്കുന്ന ഒരു ശ്രമമാണ്. അതിന് പാവം ഈ ഡോക്ടർ ബലിയാടാകാൻ പോകുന്നതിന്റെ സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൊതുസമൂഹം ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കുകയില്ല. അദ്ദേഹം പറയുന്നത്, എന്റെ മേൽ ഏത് നടപടി എടുത്താലും ഞാനത് നേരിടാൻ തയ്യാറാണ്. കാരണം അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോലും ഇതാണ് അനുഭവമെങ്കിൽ അങ്ങനെ അല്ലാത്തവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ മുറിയുടെ താക്കോല് പൂട്ടി മറ്റൊരാൾ കയറി ഇറങ്ങി അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ടുപോയ വസ്തു തിരികെ കൊണ്ടുവന്ന് വ്യാജമായി പെട്ടിയിലൊക്കെ കൊണ്ടുവച്ച് ഇദ്ദേഹത്തെ കള്ളനായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇവർക്ക് ഒരു കാലത്തും ശാപമോക്ഷം ലഭിക്കുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ ആരോഗ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്നവർ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വെറും പാർട്ടിയുടെ നേതാക്കന്മാരുടെ വാലാട്ടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജനസമ്മതിയുള്ള ഈ ഡോക്ടർ ഹാരിസിനെ ഏതെങ്കിലും തരത്തിൽ ക്രൂശിക്കാൻ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് അധ്യാപക രംഗം, മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം, മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം ഒക്കെ ഇനി വളരെയേറെ പ്രതിസന്ധികളിലേക്ക് പോകും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അവിടെ സത്യസന്ധമായുള്ള അന്വേഷണത്തിന്റെ പേരിൽ നടപടി ആരുടെ മേൽ ഉണ്ടാകണമോ ആ തരത്തിലുണ്ടാകണം. അല്ലാതെ ഈ മിടുക്കനായ ഡോക്ടറെ ബലിയാടാക്കിക്കൊണ്ട് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചാൽ പൊതുസമൂഹം യാതൊരു കാരണവശാലും അത് അംഗീകരിക്കുകയില്ല, വകവെച്ചു കൊടുക്കുകയില്ല. ശരി, വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.